അൺബിലീവബിൾ എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു സംഭവം. പല നിലക്ക് ചിന്തിക്കുമ്പോഴും ഒരു എത്തുംപിടിയും കിട്ടാത്തൊരു സംഗതിയാണിത് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് എൻ്റെ ഉമ്മ ഇപ്പോൾ ഞാൻ ഈ വീട് ചെയ്തതിൻ്റെ തൊട്ട് മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ഷെയർ ചെയ്തൊരു അനുഭവമാണ്. ഈ അനുഭവം കേട്ടപ്പോൾ സത്യത്തിൽ കിളി പോയി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു രീതിയിലാണ് ഞാനുള്ളത്. എന്ന് വെച്ചാൽ ഒരിക്കൽ വീട്ടിൽ ഉമ്മാൻ്റെ എന്തോ ഒരു സംഗതി കാണാതെ പോയി. ഉമ്മ കുറേ തിരഞ്ഞെങ്കിലും ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല, ഒന്നും കിട്ടിയില്ല, സംഗതി കിട്ടിയില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു സംഭവം ഓർത്തു. പണ്ട് ഞാൻ ദർസിൽ പഠിക്കുന്ന കാലത്ത് ഏറ്റവും ആദ്യം പഠിച്ച ദർസിൽ ഉള്ള കുട്ടികൾ, ഒപ്പം പഠിച്ചിരുന്ന കുട്ടികൾ, അവരുടെ എന്തെങ്കിലും സാധനങ്ങൾ കാണാതെ പോയാൽ അവർ ആ സമയത്ത് തന്നെ ഹിളിർ നബിൻ്റെ പേരിൽ ഫാത്തിഹ ഓതും. ഹിളിർ എന്ന് പറഞ്ഞൊരു പ്രവാചകനെ കുറിച്ച് ഇസ്ലാമിൽ പറയാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഹിളിറിൻ്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് ഹദിയ ചെയ്യാം. ഈ പരിപാടി അവർ ചെയ്യാറുണ്ട്. എന്തെങ്കിലും കാണാതെ പോയി കഴിഞ്ഞാൽ ആ കുട്ടികളത് ഓതും, ഫാത്തിഹ ഓതും ഹിളിർ നബിൻ്റെ പേരിൽ. ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടാറുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ഈ സംഭവം ഈ സംഗതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഉമ്മാൻ്റെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു അനുഭവം ഓർമ്മ വന്നപ്പോൾ ഞാനത് ഉമ്മാനോട് ഷെയർ ചെയ്തു. പക്ഷെ ഞാൻ കുറച്ചൊരു ട്രോള് പോലെ ഞാൻ ഷെയർ ചെയ്തത്, കാരണം എനിക്ക് വിശ്വാസം ഇല്ലല്ലോ, മതപരമായ വിശ്വാസങ്ങളൊക്കെ പോയി കിടക്കുന്ന ഒരു മനുഷ്യനാണല്ലോ. അപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു, പണ്ട് എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന കുറച്ച് കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹിളിർ നബിൻ്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് അവർക്ക് കിട്ടാറുണ്ടെന്നല്ല, അവർ ചൊല്ലാറുണ്ട്. ഹിളിർ നബിൻ്റെ പേരിൽ ഫാത്തിഹ അവർ ഓതാറുണ്ട് എന്തെങ്കിലും കളവ് പോയാൽ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി എന്ന് പറഞ്ഞാൽ ഇമ്മ അത് ഓതി, ഇമ്മക്ക് കിട്ടി. ഇമ്മ തെരഞ്ഞോണ്ടൊന്ന് സാധനം ഇമ്മക്ക് കിട്ടി. അപ്പോൾ അത് അന്നൊരു യാദൃച്ഛികതയായി ഞാൻ തള്ളിക്കളഞ്ഞു. അത് കുറേ മുമ്പ് ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഈ സംഭവം ഉണ്ടായിട്ട്. അങ്ങനെ ഇന്ന് ഉമ്മ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇമ്മാൻ്റെ ഒരുപാട് സംഭവങ്ങൾ മിസ്സാകുമ്പോഴൊക്കെയും ഞാൻ പറഞ്ഞ സംഗതി, അതായത് ഉമ്മക്ക് ഞാൻ പറഞ്ഞു കൊടുത്തത് കൊണ്ട് എപ്പോഴും ഞാൻ മതം പഠിക്കാൻ പോയ ആൾ എന്നുള്ള നിലക്കുള്ളൊരു വില ഇപ്പോഴും ഉമ്മ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പറഞ്ഞ സംഗതി ഞാൻ ട്രോളി പറഞ്ഞതാണെങ്കിലും സംഗതി അങ്ങനെ മനസ്സിലെടുത്ത് വെച്ച് എന്ത് കാണാതെ പോയാലത് ചൊല്ലും, കിട്ടും. അതാണ് ഉമ്മ പറയുന്നത്. സംഗതി കിട്ടുന്നുണ്ട്, എനിക്കൊരുപാട് തവണ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ അതിനല്ല എന്നെ വിളിച്ചത്, ഞാൻ വേറെ സംഗതി പറയാനാണെന്ന് പറഞ്ഞിട്ട് ഈ ഫാത്തിഹയുടെ സംഭവം ഉമ്മയുടെ ഏട്ടത്തിക്ക് ഷെയർ ചെയ്ത് കൊടുത്തൊരു അനുഭവം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അതായത് ഉമ്മാൻ്റെ ഏട്ടത്തി അവരുടെ മകളുടെ ഒരു പാദസരം കാണാതെ പോയി. പാദസരം കാണാതെ പോയപ്പോൾ അവർ ഒരുപാട് പേര് കൂടി പലയിടത്തും തിരഞ്ഞു, കിട്ടിയില്ല. ഒടുവിൽ ഉമ്മാനോട് വിളിച്ച അവലാതി പറഞ്ഞ സമയത്ത് ഉമ്മ പറഞ്ഞു, റൈഷാന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, റൈഷാൻ എന്നല്ല പറഞ്ഞത്, അതായത് എൻ്റെ വിളിപ്പേര് പറഞ്ഞിട്ട് അവനിങ്ങനെ പറയാറുണ്ട്, ഈ ഒരു ഫാത്തിഹ ഹിളിർ നബിൻ്റെ പേരിൽ ഓതി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് കിട്ടും, കളഞ്ഞുപോയ സാധനം കിട്ടും എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തെ അത് ഓതുകയും അവർ തെരഞ്ഞ സ്ഥലത്ത് തന്നെ ഈ പാദസരം കിട്ടുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് അവരുടെ ഒരു കോഴിയെ കാണാതെയായി. ഈ സമയത്തും ഉമ്മാനോട് പരാതി പറഞ്ഞ സമയത്ത് വീണ്ടും ഉമ്മാൻ്റെ ചേട്ടത്തിനോട് പറയണത്, ഈ ഫാത്തിഹേൻ്റെ സംഭവം ഉണ്ടല്ലോ, നീ അത് ചെയ്തു. പിറ്റേ ദിവസം അയൽപ്പക്കത്തെ മതിലിൻ്റെ മുകളിൽ നിന്ന് അയൽപ്പക്കക്കാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, അതാണ് നമ്മളെ കോഴിയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ വീണ്ടും അത്ഭുതം. അതേപോലെ തന്നെ വേറൊരു സംഗതി, ഇതുപോലെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തി എവിടെയോ പാത്ത് വെച്ചത്, ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചത് കാണാതെ ആയപ്പോൾ ഇതേപോലെ ചെയ്തു, അതും കിട്ടി.
എന്ന് മാത്രമല്ല ഉമ്മ അതിൻ്റെ കൂടെ തന്നെ ഒരു ചീർപ്പിൻ്റെ കഥ പറയുന്നുണ്ട്. ഈ മുടി ചീകുന്ന ചീർപ്പുണ്ടല്ലോ, അത് ഉമ്മ ഇങ്ങനെ കാണാതെ പോയപ്പോൾ ഒരുപാട് തിരഞ്ഞു ഉമ്മ, കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഒന്ന് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുമോ എന്നുള്ളൊരു വേവലാതിയൊക്കെ ഉമ്മക്ക് ഉണ്ടായിരുന്നു. ഏതായാലും ഉമ്മ ഖിളിർ പേരിൽ ഫാത്തിഹ ഓതി. അപ്പോൾ കിട്ടിയില്ല. ബട്ട് ഉമ്മ കടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ കാണാണ് ഇത് ഈ റൂമിലുള്ള ഇന്ന ഭാഗത്തുണ്ട് എന്നുള്ളത് സ്വപ്നത്തിൽ കാണാം. ഉമ്മ കണ്ണ് തുറന്ന ഉടനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഈ സാധനം ചീർപ്പുണ്ട്. ഇത്രയും കഥകൾ ഉമ്മ മൊത്തത്തിൽ പറഞ്ഞു തന്നപ്പോൾ ഞാൻ സ്റ്റക്കായിപ്പോയി. ഉമ്മ പിന്നെ ഞാൻ സ്റ്റക്കായപ്പോൾ ഉമ്മക്ക് എനിക്ക് വിശ്വാസമായിട്ടില്ല എന്ന് ഉമ്മക്ക് തോന്നി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉമ്മ പറഞ്ഞ് എടാ പടച്ചോ സത്യം, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് തന്നെയാണ്. ഇതെന്താണ് സംഭവം? വാട്ട് ഇസ് ദിസ്? എനിക്കിത് വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഇത്രമാത്രം യാദൃച്ഛികതകൾ ഒന്നിച്ചു വരും. എന്താണ് ഇത് കാണുന്ന നിങ്ങളുടെ ചിന്തകൾ ഒന്ന് ഷെയർ ചെയ്യും. ഞാൻ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഉള്ളത്.